സൈഡ് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മൾ അറിയാനുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാനുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ എ ലോങ് ടൈം. സോ ക്യാഷ് സോ നോർമലി നമ്മൾ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ് വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് മെസ് നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്ത ഫ്രണ്ട്സോ വിത്ത് ഓൾ ദാറ്റ്. സോ നമുക്ക് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവരിബഡി ആർ അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. നമ്മൾ അറിയാവുന്നവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത് ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered. അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാനുള്ളിടത്തോളം then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because end of the day what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ what I've done for my parents അങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ആയിട്ടാണ് അത് ആരും കാണിക്കാൻ വേണ്ടി ചെയ്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തെങ്കിലും പോകുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. ബിക്കോസ് ഓൾവേസ് ഫിയർഡ് സംതിങ് മൈറ്റ് ഹാപ്പൻ ടു ഹിം. ബിക്കോസ് ആ സ്ട്രോക്കും ആ സർജറി ഒക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ദോ ഹി വാസ് നോട്ട് അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര എന്താ ശത്രുക്കളായിരുന്നു. സർട്ടൻ മെഡിസിൻസ് ഇപ്പോൾ പുള്ളിയുടെ ന്യൂറോ ഇഷ്യൂസ് കഴിച്ചതും കാർഡിയോ ഇഷ്യൂസ് കഴിക്കുന്നതും പിന്നെ പുള്ളി ഡയബറ്റിക് പല മെഡിസിൻസും ഈ ഒന്ന് മറ്റത്തിന് അത്ര അങ്ങോട്ട് ഫേവറബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ പിന്നെ എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും വരാനുള്ള സാധ്യത ഓൾവേസ് ദയർ സംവെയർ. പക്ഷെ നമ്മളെപ്പോഴും ഇപ്പോൾ ഹോപ്പിംഗ് നത്തിങ് വിൽ ഹാപ്പൻ. ബിക്കോസ് ഞാൻ എന്ത് പ്രശ്നം പറഞ്ഞാലും പുള്ളി മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഐ റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ ഈവനിങ് ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് വീഡിയോ മൈ ഫാദർ വാട്ട് ഐ ഹാഡ് when he was alive. അതിലും എല്ലാം ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. സോ ഐ വാസ് ഹോപ്പിംഗ് he will go on and on for so many more years. That's what I was hoping. And നമുക്ക് പറ്റുന്ന പോലെ I was trying really hard to എല്ലാം ഒന്നും നന്നായിട്ട് വെക്കാൻ. I tried really hard. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതിനേക്കാൾ my every day was actually for them. എൻ്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് was for my parents. ഞാൻ ആ കാലത്ത് ഞാനത് ലാസ്റ്റ് തുടങ്ങിയ ആൾ കേട്ടോ. എനിക്കാണെങ്കിൽ തുടങ്ങാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനങ്ങനെ ആലോചിക്കും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളപ്പോൾ എന്തിനാണ് ഈ യൂട്യൂബ് അതിൽ എന്തിനാണ് അതിൽ വീഡിയോസ് ഒക്കെ ഇല്ലേ എന്തിനാണ് നിങ്ങളൊക്കെ വീഡിയോസ് ഇടുക. ഞാൻ പിള്ളേർ നിങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ എന്തിനാണ് ഇടുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ഐ ഷുഡ് തിങ്ക് സോ കിച്ചു വന്ന് പറഞ്ഞോണ്ട് നീ എന്തെങ്കിലും തുടങ്ങും നീ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നീ സംസാരിക്കാനില്ലേ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും അതുപോലെ പേഴ്സണലായിട്ട് കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇടുക. ഇറ്റ് ബി ഗുഡ് എന്തെങ്കിലും ഒരു വരുമാനം ആകുമ്പോൾ ഞാൻ ഇതിലൊരു മോണിറ്റൈസേഷൻ പൈസ കിട്ടുന്ന കാര്യം അതൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ആരും കണ്ടിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പതുക്കെ സംഭവിച്ചതാണ്. അപ്പോൾ അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഓക്കെ ആവുന്ന കണ്ടിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, വിശാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും സിൽവർ പ്ലേ ബട്ടൺ എല്ലാവർക്കും അടുപ്പിച്ചൊക്കെ വന്നതും നമ്മുടെ വീഡിയോസ് ഡൂയിങ് വെൽ ആൻഡ് വി സ്റ്റാർട്ട് ഗെറ്റിംഗ് പേയ്മെന്റ്. അതൊക്കെ പെട്ടെന്ന്. അപ്പോൾ എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ചത്രേ ഉള്ളൂ. എനിക്ക് ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. ഞാൻ 2020 എൻഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 പിന്നെയാണ് സ്റ്റാർട്ട് ഗോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം ഞങ്ങൾക്കൊരു അഡ്വർടൈസിംഗ് കമ്പനി ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള പേയ്മെന്റ് എടുത്തോ എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആകും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചിലവുകൾ ഉള്ളപ്പോൾ ആൻഡ് ഡൂയിങ്. അതിന് ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദേ നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. നാച്ചുറലി മൈ ഫാദർ ഹാഡ് ഗിവൻ മീ വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്കെപ്പോഴും ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷേ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്. ഐ വാസ് തിങ്കിങ് അപ്പ എനിക്ക് നീ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചിലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡിഡ് നോട്ട് കൺവിൻസ് എനിബഡി. സോ ദാറ്റ് വാസ് എ ഫ്രീഡം ഐ റിയലി ഹാഡ് ഫ്രം യൂട്യൂബിൽ നിന്ന് ഞാൻ സ്റ്റാർട്ടഡ് ഏർണിംഗ്. എനിക്ക് ഒരുപാട് കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് അതുപോലത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്റ്റാർട്ടഡ് ഏർണിംഗ് എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു. ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് മോർ ഫോർ മൈ പാരൻസ് like without feeling guilty, അപ്പോൾ എനിക്ക് ആരോടും ചോദിക്കണ്ട. whatever I want to do for them I could just do. അവർക്ക് മാത്രമല്ല I could do for a lot of other people also. ലൈക്ക് നമ്മുടെ വീട്ടിനകത്ത് ആ ഒരു ഫണ്ട് നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഫണ്ടിനൊക്കെ കണക്കുണ്ട്. അതിങ്ങനെ ചുമ്മാ അത്രയും നടത്തും ഒരു കണക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി മീനിങ് ആ തിങ്സ് ആ ലോൺസ് ആൻഡ് കാര്യങ്ങളും. അപ്പം ദിസ് ഐ വാസ് വെരി എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ ഇഫ് ഐ ആം ഏബിൾ ടു മേക്ക് സം മണി ഐ ഷുഡ് ബി ഏബിൾ ടു
have the freedom in the parents' spend time. Freedom. That was my main intention, and thank God till the end, till when my father was here, and till all the expenses നോക്കാനായിട്ട് I was able to do it so happily. And എപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള എമൗണ്ട് വരുമ്പോൾ all my children were extremely happy to help. ഞാൻ വലിയൊരു എമൗണ്ട് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ പിള്ളേരോട് പറയും, ആടാ അപ്പം ഈ മാസം ഇതൊക്കെയാ ചിലവ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ ഓൾ പുട്ട് ഷെയർ ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴായാലും വലിയ എക്സ്പെൻസസ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ടു കം ആൻഡ് then we started getting a home nurse and stuff like that. Now like everybody used to help, and it was very kind of my children to do that, because എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ വേണ്ടി മൈ ഫാദേഴ്സ് പാരൻസ് when they were alive, അതിൽ ഒരാൾ മരിച്ചത് ഞാൻ ഓസിയെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ്. മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ആഫ്റ്റർ ഇഷാനി വാസ് ബോൺ, ബട്ട് ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ അവരൊക്കെ ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഐ ഡോണ്ട് റിമെമ്പർ അറ്റ് ഓൾ. എനിക്ക് അവർക്ക് ഞാൻ കാണാനൊക്കെ പോകുമ്പോൾ ഭക്ഷണ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും 5000 രൂപ പോലും ഞാൻ എടുത്താൽ ഇതാ നിങ്ങൾ വെച്ചോന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് ഓർമ്മയില്ല. ബിക്കോസ് അതൊന്നും ഐ വാസ് ഏർണിംഗ്, ആൻഡ് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. പ്ലസ് അങ്ങനെയുള്ളൊരു വിസ്ഡം എനിക്കൊന്നില്ലായിരുന്നു. മനസ്സിലായില്ല. എൻ്റെ മനസ്സിൻ്റെ വിചാരം മൈ ഡാഡ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ദേ ആൾ വെൽ ഓഫ്, ദേ വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ അതേ വെച്ച് നോക്കുമ്പോൾ മൈ ചിൽഡ്രൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. And all the other misunderstandings that is there, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ്. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. എല്ലാത്തിൻ്റെ പിന്നിലും ദർ ആർ അജൻഡാസ് ആൻഡ് സർട്ടൻലി. ഇപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൊടുക്കും. എന്ന് നിങ്ങൾക്ക് ചോദിക്കും എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകുന്നില്ല, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് ഇവിടെ കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പോൾ ഓൾ ഐ ക്യാൻ സേ ഈസ് ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. So കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് things will not be all that okay, and maybe time സമയം എന്ന് പറയുന്നത് ഭയങ്കര ഹീലറാണ്. സമയം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ വിതിൻ ദ ഫാമിലി there are possibilities, കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാമായിരിക്കാം. and I might just be okay, and she might be okay, and things may be okay, and I don't know. അതൊന്നും പറയാൻ പറ്റത്തില്ല. I just we don't know. മനുഷ്യരുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. but ഞാൻ എന്നൊരു പീസ് ലവറായിരുന്നു. I always wanted peace, and when I was not getting it, all we can നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അത് മാറി നിൽക്കുക. just keep aside, keep silent. പക്ഷെ അത് when people come and say certain things and നമ്മൾ ആ കൈ ചൂണ്ടുമ്പോൾ we have to clarify അല്ലേ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാവേ, തലയിൽ കിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ ഇനി അങ്ങോട്ട് I'll be regularly doing my videos with whatever is happening around me, and I wish my mother and my niece all the very best ഫോർ എന്താ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് ഏതെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ. ഞാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മീലായിരുന്നു. ആ ലേഡി അന്ന് എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ്. ഏർലി മോർണിംഗ് 6 കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു. ഞാൻ ആദ്യം ചോദിച്ചാൽ എനിക്കറിയാമായിരുന്നു അവർക്ക് തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നത് എനിക്കറിയാം. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി അമ്പിക്ക, അവർക്ക് വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എല്ലാവരും എന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത്. കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നെ പ്രായമുള്ള ലേഡിയ, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവുന്നവർക്ക് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ നിന്നിട്ട് പോയത് ഇല്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ചേച്ചി ഞാൻ ഇന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് പോകല്ലേ, അവർക്ക് ഇന്ന് വന്നാലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ഇന്ന് പോകല്ലേ, അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷേ അവരന്ന് പോയി. അവരൊന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങളാണ് വിചാരം ലൈക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. പറഞ്ഞു ഞാൻ കാല് പിടിച്ചു. ഞാൻ അയ്യോ പോലെ അമ്മിക്ക പ്ലീസ് എനിക്ക് 2 ദിവസം കൂടെ നിൽക്കി, 2 ദിവസം കൊണ്ട് അവർ ആരെങ്കിലും ഒപ്പിക്കും പോലെ. ഇന്ന് അവർ ഇത്രയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോലെ. അതായത് നമുക്ക് ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഓക്കെ ഇവർ മാനേജ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ്. സോ ലൈക്ക് I was always monitoring everything. So എനിക്കതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ I shouldn't be explaining it. ആക്ച്വലി ഇനി ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ എന്നാലും when I move forward into my videos നിങ്ങൾക്ക് പലർക്കും അറിയണം എന്താ സിന്ധു ഒന്നും പറയാത്തത്. സിന്ധുവിന് ഇത്രയും പറയാനുള്ളൂ. I want peace for us, I want peace for them, I want peace for everybody. ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും അങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. I am 54 years old. നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു 70 എടുക്കാമെന്ന് വെച്ചോ, ഒരു ആവറേജ് ഒരു 70 years ആണെങ്കിൽ ഇനി അത് ആകെ ഉണ്ടാകുന്നത് ഒരു 16 വർഷം. ടിക്കിച്ച് പറയും ആ 16 വർഷത്തിൽ ഒരു 1/3 എന്ന് പറയുന്നത് 1/3 ഓഫ് എ ഡേ, ഒരു ദിവസത്തെ ഒരു 1/3 യൂഷ്വലി നമ്മൾ ഉറങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നു, നമ്മൾ ബാത്റൂമിൽ പോകുന്നു, അങ്ങനെ ഇങ്ങനെ എക്സാക്ട്ലി 1/3 ഓഫ് എ ലൈഫ് നമ്മളിങ്ങനെ മാറിയാ ഇരിക്കുന്നത്. വി നോട്ട് ലൈക്ക് അത്രയ്ക്ക് നമ്മൾ എലൈവ് ആയിട്ടായിരിക്കില്ല ആ സമയത്ത്. സ്ലീപ്പിംഗ്, റെസ്റ്റിംഗ്, ഡൂയിങ് സംതിങ്. 1/3. അപ്പോൾ നമുക്ക് ബാക്കിയാണ് ആ 2/3 ആണ് നമുക്ക് ആകെ ഉള്ളത്. എനിക്കൊക്കെ നോക്കുമ്പോൾ 16 yearsന്റെ 2/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 yearsന്റെ സംതിങ് ലൈക്ക് 10-11 years മേ ബി. ലൈക്ക് ഐ ആം നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഇൻ മാത്സ്. അപ്പോൾ 11-12 years അത്രയാണ് ആകെ നമ്മൾ ലൈവായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ടു ഡു സംതിങ് ഫോർ അസ് ഓർ ഫോർ അതേഴ്സ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെയൊക്കെ ലൈഫ് സ്പാൻ തന്നെ മാക്സിമം നമുക്കുള്ളതാണ് 12 years. ബാക്കി നമ്മൾ ഉറങ്ങി നമ്മളൊന്നും ചെയ്യാതെ പോകും. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു ചെറിയ ലൈഫ് ടൈമാണ് നമുക്ക്. ഇഫ് വി ഹാപ്പൻ ടു ലിവ്, നമ്മൾ നല്ലപോലെ അസുഖം വരാതെയും വല്ല ആക്സിഡന്റ് ആകാതെയും ഒന്നും പറ്റാതെയും നമുക്ക് അത്രയും കാലം ജീവിക്കാൻ പറ്റിയാൽ തന്നെ എനിക്കൊക്കെ ഇനി മുന്നിലുള്ളത് അത്ര കാലമാണ്. സോ ആ സമയം ഐ ജസ്റ്റ് വോണ്ട് ടു ബി പോസിറ്റീവ്. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഇനിയുള്ള കാലം. With my children and with my grandchildren and with my friends and with എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും കൂടെ I wish to really lead a happy life. And whenever my mother has any emergency, she's always welcome to call me, and I will always be there for her. So that's it. And I wish them all the very best. And ഇപ്പോൾ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മ വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു വേർഡിങ് അല്ല.
അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നത്. മറ്റു വീടുകളിൽ അങ്ങനെ അമ്മ വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മ വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ. ഐ എം ഓൾവേസ് വിത്ത് ഹർ ആൻഡ് വിത്ത് ഓൾ മൈ ചിൽഡ്രൻ, വിത്ത് എവരിബഡി. ആൻഡ് എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ലൈക്ക് ഐ ഓൾവേസ് ബി ദ വിത്ത് ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ടു സെൻറ്റൻസസ് എന്നോട് പറഞ്ഞതിലൊന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിക്കാം. ഞാൻ സാരമില്ല ഡാഡി വിട്ടുകളാ, എന്തോ ആവട്ടെ വിട്ടുകള എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പാർട്ടിക്കുലർ തിരിച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമല്ല. ലെറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്ക് ഇഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ ബി കമ്മിങ് ബാക്ക് വിത്ത് ലോഡ് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഐ വുഡന്റ് ഫോഴ്സ് എനിബഡി ടു വാച്ച്. കാരണം